സുഹൃത്തുക്കളെ, എൻ്റെ ദിനങ്ങളിലേക്ക് മധു നായർ ഏവരെയും വീണ്ടും ക്ഷണിക്കുകയാണ്. സ്വാമിയേ ശരണമയ്യപ്പ. ഇന്ന് ശബരിമല തീർത്ഥാടനത്തെ കുറിച്ച് എൻ്റെ ചില അഭിപ്രായങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. കേരളത്തിൽ ലഭിച്ച ഒരു അപൂർവ ആധ്യാത്മിക ടൂറിസ്റ്റ് സൗഭാഗ്യമാണ് ശബരിമല. ഏതാണ്ട് 1,00,000-ഓളം തീർത്ഥാടകർ ഒരു ദിവസം അവിടെ വന്നു കൊണ്ടിരിക്കുന്നു. ഇത് ഇന്ത്യയിലെ തിരുപ്പതിയുടെ കാര്യം എനിക്കറിയില്ല, പക്ഷേ ഇത്രയും വലിയ നമ്പർ ഒരു ദിവസം അങ്ങനെ ഉണ്ടാകുമെന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ ഇന്ത്യയിലുള്ള വൈഷ്ണവദേവി അടക്കമുള്ള മിക്ക ക്ഷേത്രങ്ങളിലും ഒരു വിശ്വാസി എന്നതിനപ്പുറമായിട്ടുള്ള ഒരു തീർത്ഥാടകനായിട്ട് അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് യാത്രികനായിട്ട് പോയിട്ടുണ്ട്. ശബരിമലയിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 50-ൽ പരം തവണ മല ചവിട്ടിയിട്ടുണ്ട്. ഒരു ശീലം പോലെ ആയിരുന്നു. പിന്നെ വാർദ്ധക്യത്തിൽ ആരോഗ്യ പരിമിതി ഒക്കെ ഉള്ളത് കൊണ്ട് 4-5 കൊല്ലത്തിന് മുമ്പ് സന്നിധാനത്തെത്തി ഹരിവരാസനം പാടുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അന്ന് അവിടെ തന്നെ ഇനി ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഇത്രയും പ്രാധാന്യം അർഹിക്കുന്ന ഒരു തീർത്ഥാടനത്തിൻ്റെ നടത്തിപ്പ് ഇങ്ങനെയൊക്കെ മതിയോ എന്നുള്ളതാണ്. അവിടെ ഈ ആളുകളെ ചുമലിലേറ്റി ട്രോളി കൊണ്ടുപോകുന്ന ഈ പ്രാകൃതമായ സമ്പ്രദായം പോലും അവസാനിപ്പിക്കാനായിട്ട് സാധിക്കുന്നില്ല. കേബിൾ കാർ വരുന്നു, ഇന്ന് വരുന്നു, നാളെ വരുന്നു. അതിനിടയ്ക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രശ്നം വച്ചിട്ട് കേബിൾ കാർ പാടില്ല എന്നൊക്കെ പറഞ്ഞു. ശബരിമലയ്ക്ക് സമീപമായിട്ട് വിമാനത്താവളം ഉണ്ടാക്കാനായിട്ടുള്ള ശ്രമം നടക്കുന്നു. പിന്നെ വേറൊരു കാര്യം, അവിടെ പുരുഷന്മാർക്ക് മാത്രമല്ല സ്ത്രീകൾക്കും പ്രവേശനം നൽകണമെന്നുള്ള വിവാദപരമായ കാര്യങ്ങൾ. അതിലൊന്നും വ്യക്തമായിട്ട് ഞാൻ എൻ്റെ അഭിപ്രായത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം തീർച്ചയാണ്, ഈ പറയുന്ന ക്രൗഡ് മാനേജ് ചെയ്യാത്ര എളുപ്പമല്ല. ഇന്നും വൈകിട്ടൊരു രാത്രി ഒരു ചാനലിൽ 11 മണിക്ക് തൊട്ട് മുമ്പായിട്ട് ഞാനിത് നോക്കാറുണ്ട്. നടയടയ്ക്കുന്ന സീനുകളൊക്കെ എത്ര ആയിരങ്ങളാണ് അത് കാണാനൊക്കാതെ, ദർശനം കാണാനൊക്കാതെ തിരിച്ചു പോകേണ്ടി വരുന്നത് ആ ദിവസം. പിന്നെ ഇത് റിച്വൽസിനൊക്കെ കുറേയൊക്കെ നമുക്ക് ബഹുമാനിക്കാം. പക്ഷേ ഒരു കാര്യത്തിൽ എനിക്ക് വളരെയധികം ദുഃഖമുണ്ട്. ഈ ഇത്രയും കാര്യമായിട്ട് ഉള്ളൊരു സീസണിൽ മണ്ഡലപൂജ കഴിഞ്ഞിട്ട് നട തുറക്കാനായിട്ട് 5 ദിവസം അടച്ചിടുക, എന്തോന്നപ്പായത്. ഇതൊരു ക്രൂരമായ കാര്യമില്ല. ഇതൊന്നും അറിയാതെ ബാക്കി സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരൊക്കെ പമ്പയിൽ 3-4 ദിവസം തമ്പടിച്ച് കിടക്കേണ്ട അവസ്ഥയാണ്. ഈ അമ്പലങ്ങളിൽ പുരുഷന്മാർക്ക് ഷർട്ട് ഇട്ടുകൊണ്ട് കയറാൻ അനുവദിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടിപ്പോൾ ചില പ്രമുഖ വ്യക്തികൾ ക്ഷേത്ര ഭരണമായിട്ട് ബന്ധപ്പെട്ടവർ തന്നെ പറഞ്ഞു തുടങ്ങി. അതുപോലെ ഒരുപാട് ആചാരങ്ങൾ നമുക്ക് മാറ്റിയെടുത്തൂടെ. ഈ ക്രൂഷ്യൽ ടൈമിൽ 3-4 ദിവസം ആ ക്ഷേത്രം അടച്ചിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു യുക്തിയാണെന്നുള്ളത്. വിശ്വാസം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അതിര് കടക്കാമോ? അതുപോലെ തന്നെ ഈ പറയുന്ന തരത്തിൽ ആണ്ടയ്ക്ക് 2 മാസം മാത്രം തുടർച്ചയായിട്ട് തുറന്നിരിക്കുക. പിന്നെ അല്ലെങ്കിൽ മലയാള മാസത്തിലെല്ലാം ആദ്യത്തെ 5 ദിവസം. ഈ ക്ഷേത്രം വർഷം മുഴുവനും തുറന്നു വയ്ക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. എന്ത് അടിത്തറയാണ് ഇതിനെതിരായിട്ടുള്ളത്? അതായത് കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിന് സാമ്പത്തിക ഭദ്രത കൈവരിക്കണമെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ വ്യവസായമാണ് ടൂറിസം. അതിന് പക്വമായ തരത്തിലുള്ള ആധ്യാത്മിക ടൂറിസത്തിന് ഗുരുവായൂർ തൊട്ട് കാര്യമായിട്ടുള്ള ഒരു അവസരമുള്ള സ്ഥലമാണിത്. തിരുവനന്തപുരത്ത് തന്നെ ഇന്ന് വരുന്ന ഇന്റേണൽ ടൂറിസ്റ്റുകളിൽ നല്ലൊരു ഭാഗം പത്മനാഭസ്വാമി ക്ഷേത്രം കാണുവാനാണ്. അവിടുത്തെ ആ സ്വർണത്തിൻ്റെ വാർത്ത അത് വേറൊരു കാര്യമാണ്. ആ സ്വർണവും അവിടെ പൂഴ്ത്തി വെച്ചിട്ട് ഒരു ലോകം മുഴുക്ക ശ്രദ്ധിക്കുന്ന ഒരു മ്യൂസിയമാകാനുള്ള എല്ലാ സാധ്യതകളുമുള്ള ഒന്നും നടക്കാതെ അസാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് ഇതൊക്കെ കണ്ടിട്ടുള്ള വിഷമമുണ്ട്. ശബരിമലയുടെ കാര്യമെങ്കിലും ആണ്ടോടാണ്ട് എല്ലാ ദിവസങ്ങളിലും അവിടെ നട തുറക്കുവാനും അതോടൊപ്പം ഭക്തജനങ്ങൾക്ക് ഇത്ര അസൗകര്യം ഉണ്ടാക്കാത്ത വിധത്തിൽ ദർശനം ഉണ്ടാക്കാനും
സൗകര്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ ആഴ്ചത്തെ എൻ്റെ നേരികൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. സ്വാമിയെ ശരണയ്യപ്പ. ജയ് ഹിന്ദ്.